Hello friends, welcome to Jess Creative World. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പറ്റിയ റാഗി ഇഡ്ലിയാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് നമ്മൾ ഉഴുന്ന് ചേർക്കുന്നില്ല. ഉഴുന്നില്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് റാഗി ഇഡ്ലി ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് രണ്ടും ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. ഇത് ഗ്ലാസ്സിൽ വേണമെങ്കിലും എടുക്കാം. അപ്പം അതേ ഗ്ലാസ്സിൽ തന്നെ ബാക്കി ചേരുവകളും കൂടെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി വേണ്ടത് 1/4 കപ്പ് മുതിരയാണ്. മുതിരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. 3-4 പ്രാവശ്യം കഴുകിയെടുക്കുക. ഞാനിപ്പം ഇവിടെ 3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ചു വയ്ക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം അരയ്ക്കാനായിട്ട് അതേ വെള്ളം തന്നെ യൂസ് ചെയ്യാം. ഇതിനി 4-5 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായി കുതിർന്നിട്ട് വേണം നമ്മൾക്കിത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം ഇവിടെ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത റാഗിയും മുതിരയും ഉലുവയും എല്ലാം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാർ എടുക്കുക. അപ്പോഴായിരിക്കും എല്ലാം കൂടെ കൊള്ളുക. ഇനി അതിനകത്തോട്ട് നമ്മൾ കുതിർത്തി വെച്ച റാഗിയും മുതിരയും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിതിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് മട്ട റൈസിൻ്റെ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മട്ട റൈസിൻ്റെ ചോറില്ല എങ്കിൽ സാധാരണ ചോറിട്ട് കൊടുത്താലും മതി. ഇനി ചോറൊന്നും ഇല്ല എങ്കിൽ അവിലിട്ട് കൊടുത്താലും മതി. മട്ട റൈസിൻ്റെ അവില് 1/2 കപ്പ് എടുത്തതിന് ശേഷം നന്നായി കഴുകുക. എന്നിട്ടത് കുതിർത്തിയിട്ട് അത് ഈ സമയത്ത് ഇട്ട് കൊടുത്താലും മതി. ഇപ്പം നമ്മൾ കുതിർത്തി വെച്ച റാഗിയും മുതിരയും ഉലുവയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇട്ട് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/2 കപ്പ് മട്ട റൈസിൻ്റെ ചോറാണ്. നമ്മളുടെ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശരിക്കും അരഞ്ഞു കിട്ടത്തില്ല. നല്ല പേസ്റ്റായിട്ട് തന്നെ ഇത് അരച്ചെടുക്കുക. ഇഡ്ലിമാവിൻ്റെയൊക്കെ ഒരു പാകത്തിൽ വേണം ഇത് കിട്ടാനായിട്ട്. അതുകൊണ്ട് വെള്ളം കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിതിവിടെ എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട്. ഇനി ഇത് ഇതേപോലത്തെ കുറച്ച് വലിയൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു വയ്ക്കാം. കാരണം ഇത് ഫെർമെൻറ്റ് ചെയ്തിട്ട് കുറച്ചൊന്ന് പൊങ്ങി വരും. അതുകൊണ്ട് അത് കണക്കാക്കി കുറച്ച് വലിയ പാത്രം എടുക്കുക. ഇനി ഇത് 8 മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴായിരിക്കും നന്നായിട്ട് ഇത് പൊങ്ങി വരിക. ഉപ്പെല്ലാം നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് ഇനി ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് അടച്ചു വെച്ചിട്ട് 8 മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അരച്ചു വെച്ച മാവെല്ലാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഇളക്കുന്നത് കാണുമ്പോൾ അറിയാം ഉള്ളിലൊക്കെ നല്ലപോലെ ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇതിനകത്ത് തീരെ ഉഴുന്ന് ചേർത്തിട്ടില്ല. ഉഴുന്ന് ചേർക്കാതെ തന്നെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ പൊങ്ങി വന്ന മാവ് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് സ്റ്റീമറിനകത്ത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇഡ്ഡലി തട്ടിനകത്ത് കുറച്ച് വെണ്ണ തേച്ച് കൊടുക്കാം. വെണ്ണ തേച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ തീരെ ഒട്ടിപ്പിടിക്കത്തില്ല. ചൂടോടെ തന്നെ നമുക്ക് ഇഡ്ഡലി അടർത്തിയെടുക്കാനും പറ്റും. ഒരുപാട് തരം ഇഡ്ഡലിയുടെ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. നമ്മൾ സ്റ്റീമറിൽ വെച്ച വെള്ളം ഇപ്പം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെണ്ണ ഇഡ്ഡലി തട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായി തേച്ച് പിടിപ്പിക്കുക. ഇനി ഈ ഇഡ്ഡലി തട്ടൊന്ന് ചൂടായതിനു ശേഷം വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇഡ്ഡലി പാത്രത്തിൻ്റെ വെള്ളം നന്നായി തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഇഡ്ഡലി തട്ട് വെച്ച് കഴിഞ്ഞാൽ 10 സെക്കൻഡിൽ തന്നെ അത് ചൂടാവും. ഇനി നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഇഡ്ഡലി മാവ് കോരി ഒഴിച്ച് ഇഡ്ഡലി ഉണ്ടാക്കാം. 2-3 തട്ട് ഒരുമിച്ച് വെക്കുന്നവരാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇപ്പം ഇഡ്ഡലി മാവ് എല്ലാത്തിലും കോരി ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഈസി ആയിട്ട് നമുക്കൊരു ചട്നിയും കൂടെ റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരവിതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, 3-4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6 ചെറിയ ഉള്ളി, പിന്നെ 1/4 കപ്പ് പൊട്ടുകടല ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ വലിയ ജാർ എടുത്ത് അതിനകത്തേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് ചെറുകിയ തേങ്ങ, 1/4 കപ്പ് പൊട്ടുകടല, 1 പിടി മല്ലിയില, 2-3 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6 ചെറിയ ഉള്ളി. ചെറിയ ഉള്ളിക്ക് പകരം സവാളയുടെ ഒരു ചെറിയ കഷ്ണം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താലാണ് കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. പിന്നെ 3-4 പച്ചമുളക്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ കൂട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യമേ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നീട് നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിതോടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് അരയ്ക്കുമ്പം കുറച്ചും കൂടെ വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് താളിച്ചിടും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ
1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഉണക്കമുളക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കളറെല്ലാം മാറി നല്ല ബ്രൗൺ കളറാകും. അത്രയും നേരം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പം ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടില്ല. ഇത് ഇഡ്ഡലി വേവുന്ന സമയം കൊണ്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചട്നിയും കൂടിയാണ്. ഇപ്പം ഇതിൻ്റെ കളറെല്ലാം ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ഇതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചട്നിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ചട്നിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചട്നികൾ നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാം. തക്കാളി ചട്നി ആണെങ്കിൽ കുറച്ചും കൂടെ റെഡ് കളറിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ചട്നി അരയ്ക്കുമ്പോൾ കറിവേപ്പില ഇടാൻ മറക്കരുത്. കറിവേപ്പിലയും കൂടി ഇടുമ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ചട്നി റാഗി ഇഡ്ലിയുടെ കൂടെയും റാഗി ദോശയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഞാൻ റാഗി ദോശയുടെ റെസിപ്പി വേറെ ഇട്ടിട്ടുണ്ട്. നല്ല മുരിഞ്ഞ റാഗി ദോശ കിട്ടാനുള്ള കുറച്ച് ടിപ്സും കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്കും ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് ചട്നി സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ ഇഡ്ഡലി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റിൽ കൂടുതൽ നേരം അത് വേവിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് നേരം കൂടുതൽ വേവിച്ചാലും ഇഡ്ഡലി ഹാർഡായി പോവും. അതുകൊണ്ട് അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഇതിവിടെ കറക്റ്റ് പാകമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് വെണ്ണ തേച്ചിട്ടാണ് ഇഡ്ഡലി മാവ് കോരി ഒഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വിട്ട് കിട്ടും, തീരെ ഒട്ടിപ്പിടിക്കത്തില്ല. ഈ ഒരു അളവ് വെച്ച് ഏകദേശം നമുക്ക് 15 ഇഡ്ഡലി ആയിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. ഇനി ഇത് ഇഡ്ഡലി തട്ടുന്ന് മാറ്റുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ട്രിപ്പും പെട്ടെന്ന് തന്നെ വെക്കാം. ഇതിപ്പോഴും കുറച്ച് ചൂടുണ്ട്. നമ്മളിത് സ്പൂൺ കൊണ്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് കൈവച്ചെടുത്താൽ പെട്ടെന്ന് വിട്ട് കിട്ടും. ബാക്കി മാവും കൂടെ കോരി ഒഴിച്ച് ഇഡ്ഡലി നമ്മൾക്ക് മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതേ മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് ദോശയും ഉണ്ടാക്കാം. കുറച്ചും കൂടെ വെള്ളം ചേർത്ത് മാവ് ഒന്നും കൂടെ ലൂസാക്കിയതിന് ശേഷം വേണം നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട്. റാഗി വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. അതിനകത്ത് എല്ലാ ലിങ്കും ഉണ്ടായിരിക്കും. ഇനി ഒരു ഇഡ്ഡലി ഞാനൊന്നുകൂടെ പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോൾ അറിയാം നല്ല സോഫ്റ്റാണ് ഉൾഭാഗമൊക്കെ. മാവ് നന്നായി പൊങ്ങി വന്നതിന് ശേഷമാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇഡ്ഡലി സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മാവ് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇളക്കുമ്പോൾ നല്ലപോലെ ബബിൾസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അങ്ങനത്തെ മാവ് വെച്ചിട്ടാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കേണ്ടത്. തീരെ ഉഴുന്ന് ചേർക്കാതെ ഉണ്ടാക്കിയ ഇഡ്ഡലി ആണെങ്കിൽ പോലും നല്ല പോലെ ബബിൾസ് ഉള്ളിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോൾ അറിയാം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്